ഇൻസ്റ്റാഗ്രാമിന്റെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു മണിക്കൂർ അവിടെ പോയി. ആ ഒറ്റ ബാഡ് ഹാബിറ്റ്സ് ബ്രേക്ക് ചെയ്താൽ ഒരുപാട് ടൈമും എനർജി നമുക്ക് റിസർവ് ആയി കിട്ടും. ആറ്റോമിക് ഹാബിറ്റ്സ് ഒരു ആക്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാനും അതൊരു ബിഹേവിയർ ആയിട്ട് മാറാനും ഒരു 4 ഫ്രെയിം വർക്ക് ഇതിൽ പറയുന്നുണ്ട്. മേക്ക് ഇറ്റ് ഒബ്വിയസ്, മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്, മേക്ക് ഇറ്റ് ഈസി, മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഹാബിറ്റ്സ് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഈ 4 ഫ്രെയിം വർക്ക് ഉണ്ട്. ഈ 4 ഫ്രെയിം വർക്കിനെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി ഈ ഹാബിറ്റ് ആൾ ബ്രേക്ക് ആവും. സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഫുള്ളായിട്ട് ബ്രേക്ക് ചെയ്യാൻ കഴിയും. മേക്ക് ഇറ്റ് ഒബ്വിയസിന് പകരം മേക്ക് ഇറ്റ് ഇൻവിസിബിൾ ആക്കുക. സോഷ്യൽ മീഡിയ കൺവെർട്ടത്ത് കാണാത്ത രൂപത്തിൽ ആക്കി വെക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് നമ്മൾ 3 സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കരുതുക. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്. യൂട്യൂബ് ഷോർട്സ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം റീൽസ് ഉണ്ട്, ഫേസ്ബുക്ക് വീഡിയോസ് ഉണ്ട്, അങ്ങനെ 3 ഉണ്ട്. അതിൽ ഈ മെയിൻ സോഷ്യൽ മീഡിയൻ്റെ ഗുഡ് പാർട്ട് എന്താ? ഇൻഫർമേഷൻ ഉണ്ട്. ഇൻഫർമേഷൻ റിച്ച് ആണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ആ നല്ലത് മാത്രം പ്രതീക്ഷിച്ചിട്ട് ചീത്തയെ നമുക്ക് ഒഴിവാക്കിയാലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷനുള്ള ഒരു പ്ലാറ്റ്ഫോം എടുക്കുക. യൂട്യൂബ് ആയിക്കോട്ടെ. യൂട്യൂബിൽ വളരെയധികം ഇൻഫർമേഷൻസ് ഉണ്ട്. ഒരു ഭൂരിഭാഗം അറിവും യൂട്യൂബിലുണ്ട്. യൂട്യൂബ് മാത്രം മതി ഒരാൾക്ക് നോളജ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സിംപ്ലി ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ. ആ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കണും ഫേസ്ബുക്കിൻ്റെ ഐക്കണും നമ്മളെ മൊബൈലിൽ നിന്ന് പാടെ ഇല്ലാതാവാണ്. അങ്ങനെ അത് കാണുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ അതിൽ ഹിസ്റ്ററി ഓഫ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ഉണ്ട്. ഹിസ്റ്ററി ഓഫ് ചെയ്താൽ യൂട്യൂബ് നമുക്ക് കണ്ടൻറ്റ് സജസ്റ്റ് ചെയ്യില്ല. സജസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് നമുക്ക് വേണ്ട ടോപ്പിക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ ആ സെർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റാണ് നമുക്ക് ഫീഡ് ആവുക. ഈവൻ നമ്മൾ മൈൻഡ്ലെസ് ആയിട്ട് അതിലൂടെ പോയാലും കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യുന്ന കിട്ടും. അപ്പോൾ ഹിസ്റ്ററി ഓഫ് ആക്കി വെക്കുന്ന ഏറ്റവും നല്ല ടെക്നിക്കാണ്. നമുക്ക് യൂട്യൂബ് കണ്ടന്റ് ഫീഡ് ചെയ്യില്ല. അപ്പോൾ മേക്ക് ഇറ്റ് ഒബ്വിയസ് എന്നുള്ളത് മേക്ക് ഇറ്റ് ഇൻവിസിബിൾ ആക്കാനുള്ള ഫസ്റ്റ് ടെക്നിക്കാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്തു, അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫേസ്ബുക്ക് അൺഇൻസ്റ്റാൾ ചെയ്തു, അത് പിന്നെയും ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അവിടെയാണ് രണ്ടാമത്തെ ഫ്രെയിം വർക്ക് വരുന്നത്. താല്പര്യം ഉണ്ടാക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വെറുപ്പ് ഉണ്ടാക്കുക എങ്ങനെയെങ്കിലും. അതായത് സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവായിട്ടുള്ള സൈഡ് നിരന്തരം കേട്ടുകൊണ്ടിരുന്നാൽ അതിനെ പറ്റിയിട്ടുള്ള ലിറ്ററേച്ചറും കാര്യങ്ങളും വായിച്ചുകൊണ്ടിരിക്കുക. അത് ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ഡാമേജ്, അതിനുള്ള ഡിസ്ട്രാക്ഷൻസ്, നമ്മളെ ഫോക്കസിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അതെല്ലാം നിരന്തരം പഠിച്ചുകൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് പതുക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതിനെ പറ്റിയിട്ടുള്ളൊരു വെറുപ്പ്, ഒരു ആഗ്രഹമില്ലായ്മ മനസ്സിലേക്ക് ഉള്ളിനുള്ളിലേക്ക് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത്രയൊക്കെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും വീണ്ടും ഉപയോഗിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇൻസ്റ്റാൾ ചെയ്തിട്ട് അല്ലെങ്കിൽ വീണ്ടും ഹിസ്റ്ററി ഓൺ ആക്കിയിട്ട് അങ്ങനെ ഉപയോഗിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഫ്രെയിം വർക്ക് വരിക, മേക്ക് ഇറ്റ് ഈസി. മേക്ക് ഇറ്റ് ഈസി എന്നുള്ളത് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ആകുക. അതായത് നമ്മൾ ഈ കാര്യം ഓർമ്മ ആയത് മുതൽ അത് ചെയ്യാനെടുക്കുന്ന ടൈം ഉണ്ടല്ലോ, അതിൻ്റെ അടിയിലുള്ള ടൈം കൂട്ടുക, അതിൻ്റെ ഇടയിലുള്ള അതിലേക്ക് എത്താനുള്ള എഫേർട്ടും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്.